ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉടക്കുവല ഇട്ടിട്ടുണ്ട്. അത് പോയി എടുക്കാമെന്ന്. പോവാം. നമ്മൾ പാടത്താണ് വല ഇട്ടിരിക്കുന്നത്. പാടത്ത് നമ്മൾ വലയിട്ട സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ വലയൊന്ന് എടുത്ത് നോക്കാം. ഈ ഭാഗത്ത് ഇവിടെ നിന്നാണ് വല നമ്മൾ കെട്ടിയിരിക്കുന്നത്. രാവിലത്തെ മഴ കാരണമാണ് നമ്മൾ ഇത്രയും താമസിച്ചു പോയി വലയെടുക്കാൻ. മീനുണ്ട്, ഇതിൻ്റെ വീട്ടിൽ അനങ്ങുന്നുണ്ട്. കുറവാണോ? അല്ല, തൂളിയ. ഓലയല്ലാതെ മാവിൻ്റെ ഇല. ഒരു തുളി, വീണ്ടും ഒരു തുളിയുടെ. രണ്ട് തുളി മാത്രമേ നമുക്ക് വന്നുള്ളൂ. നോക്കാം. ഒരു വാളക്കുഞ്ഞ് കയറി ഉടക്കിയിട്ടുണ്ട്. ചത്തുപോയി. ഒരു കല്ലടാമുട്ടിയാണ്. കിട്ടിയ മീൻ എടുക്കുക. ഈ വല വലിച്ചു തീർന്നു. ഇത് കുറച്ച് നേരമായി ഇത് ഉടക്കിയിട്ട്, അതാണ് ഇത് ചത്തുപോയത്. കണ്ണിമുട്ടിയാണ്. ഒരു തോളിക്കുഞ്ഞൂടെ വന്നിട്ടുണ്ട്. ഇത് 50 mm വലയായത് കൊണ്ട് അത്രയും മീൻ ഉടക്കും. ആദ്യമായിട്ടൊരു കാര്യയെ കിട്ടി. ഭാഗത്ത് മീനില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാളക്കുഞ്ഞൂടെ കിട്ടി. അത് ചത്തുപോയി. നമുക്ക് ഈ വലയിൽ കിട്ടിയ മീനൊന്നും എടുക്കാം. നമ്മളെടുത്ത് കാര്യം എടുക്കും. കൊമ്പടിച്ചിട്ടാ എടുക്കുന്നത്. ഇങ്ങനെ കയറി അത് കരിയെ പിടിക്കുമ്പം വളരെ ശ്രദ്ധിച്ച് പിടിച്ചില്ലെങ്കിൽ പണി കിട്ടും. കാര്യം അത് കുത്തിക്കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും നമ്മളൊന്ന് പറയുകയില്ല. മീൻ കുറവാണേലും ഉടക്കിനൊരു കുഴപ്പമില്ല. വീണ്ടും ഒരു തുളി. ഈ മുള്ളൻ എന്ന് പറയുന്ന ഈ സാധനം പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഏത്തവാഴ വെച്ച് കഴിയുമ്പം ഈ പാടത്തുനിന്ന് ഈ മുള്ളൻ വാരി
ഏത്തവാഴയുടെ ചുവട്ടിൽ വളമായിട്ട് ഇടും. ഇന്നൊന്നും ആ പണിയില്ല, മുള്ളനും തീരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പം വാഴ വളരെ കരുത്തോടെയാണ് ഈ മുള്ളൻ വെച്ച് കഴിയുമ്പം വരുന്നത്. ഇന്നത്തെ ഒരു വളവും ഈ മുള്ളനിട്ട് കഴിഞ്ഞാൽ ഒക്കത്തില്ല, കാര്യം അത്ര വളമാണിത്. ഇന്നിപ്പോൾ ആരും അത് ചെയ്യുന്നില്ല. അന്നൊക്കെ മുള്ളം മാറാൻ തന്നെ പ്രത്യേകം ആൾക്കാരുണ്ട്, അവർ പോയി മുള്ളം വാരിക്കൊണ്ട് വരും, അല്ലെ വാഴ വെക്കുന്നവർ അത് വാരി വെക്കും. ഇന്നിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. മുള്ളനാ അത് നല്ല തിങ്ങി നിൽക്കും, പാടം നിറച്ച് ഇങ്ങനെ കിടക്കും. ആ ഒരു വരാൽ എത്തുപോയത്. ഒരു ചെറിയ മീനാണ്, കല്ലടാമുട്ടിയ. എവിടെ നമ്മൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വല മൊത്തം വലിച്ചു തീർന്ന്. ഇവിടെ കിട്ടിയ മീനൊന്നും എടുക്കാം. ഈ ചെറിയ മീന് ഇത് കുറുവാപ്പറലാണ്. ഇത് നമ്മുടെ വലയിൽ കിട്ടുന്നതല്ല, പക്ഷെ ഇതിൻ്റെ വാ കയറി നമ്മുടെ വലയിൽ ഉടക്കിയിട്ടാണ് അത് കിട്ടിയത്. കല്ലടാമുട്ടി ഇത് സൂപ്പർ സാധനമല്ലേ. വരാല് ചത്തുപോയി. ഇപ്പൊ ഈ തൂളി ഒത്തിരി പെരുകിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഈ വലയിൽ ഇന്നിപ്പോ കുറച്ച് തൂളിയല്ലേ കിട്ടിയുള്ളൂ. നമ്മൾ വള്ളം ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. വല മൊത്തം നമ്മൾ വലിച്ച്. അപ്പോൾ നമ്മൾ വലയിടുമ്പം വളരെ പ്രതീക്ഷയോട് കൂടിയാണ് വലയിടുന്നത്, ഇന്ന് മീൻ കൂടുതൽ കിട്ടും എന്നൊക്കെ ഉള്ള പ്രതീക്ഷയോട് കൂടിയാണ്. പക്ഷേ വലയിട്ട് വലിക്കുമ്പോഴാണ് ചിലപ്പോൾ ഒരു പക്ഷേ മീൻ കുറവായിരിക്കും. ഇന്ന് നമുക്കതുപോലെ തന്നെയാണ് പറ്റിയിരിക്കുന്നത്. നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന മീൻ ഇത്ര മീനെ കിട്ടിയിട്ടുള്ളൂ. മീൻ തീരെ കുറവാണ്. നമുക്ക് കറിക്കുള്ള മീനുണ്ട്, കറി വെക്കാനുള്ള മീനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വലയിടുമ്പം അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ച ഇതൊക്കെയാണ്. ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. കൊമ്പില്ലാത്തത് കൊണ്ട് എങ്ങനെയും പിടിക്കാം.